الحمد لله رب العالمين والصلاة والسلام على رسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാന്യനായ നമ്മുടെ സ്ഥാപന സമുച്ചയങ്ങളുടെ ചെയർമാൻ ഹംസ അബ്ബാസ് സാഹിബ് അവരുടെ, അതുപോലെ ബഷീർ മുഹിയുദ്ദീൻ സാഹിബ്, അതിനെല്ലാം ഉപരിയായി ഇന്നത്തെ ഈ ഹിഫ്ലിന്റെ ദൗറ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി, നമ്മുടെ മക്കളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്, പടച്ചതമ്പുരാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിപ്പിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പലരും സൂചിപ്പിച്ചതുപോലെ, ആരും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരെ ഖുർആൻ പഠിക്കുവാൻ മുന്നോട്ട് വരികയായിരുന്നില്ല. മറിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സ്വയം തന്നെ അവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചതും. അത് വഴിയിലിട്ട് പോകാതെ അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് മനഃപ്പാഠമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഏതെല്ലാം രീതിയിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അതിന്റെ ഭൗതികവും ആത്മീയവുമായ, ദുന്യവിയും മുഹറവിയുമായിട്ടുള്ള എല്ലാ വഴികളും അള്ളാഹു തന്നെ നമ്മുടെ മക്കൾക്ക് തുറന്നു കൊടുക്കും. ജഗന്നിയന്താവായ നാഥൻ നമ്മുടെ മക്കളിൽ നിന്ന് ഖുർആൻ ഹിഫ്ലാക്കുക എന്ന് പറയുന്ന ഉത്കൃഷ്ടമായ ഈ അമലിനെ, ഈ സുഹൃതത്തെ, ഈ ഇബാദത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. എന്നെന്നും അവരെ മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ ഒട്ടും തന്നെ മറന്നു പോവാതെ കൊണ്ടു നടക്കാൻ, ജാഗ്രത പാലിക്കാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഹിഫ്ള് പൂർത്തീകരിച്ചവരും ഇനി പൂർത്തീകരിക്കാൻ ഇരിക്കുന്നവരും പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരും നേരത്തെ പൂർത്തീകരിച്ച് കഴിഞ്ഞവരുമായ എല്ലാ ആളുകൾക്കും, ആ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ജുഹുദുകളുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ദീർഘമായ സംസാരത്തിനുള്ള സാധ്യത ഇവിടെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരുപാട് സംസാരങ്ങൾ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം കുറച്ച് തിരക്കിലാണ്, സമയം ഒരുപാടായി. എന്നാൽ പോലും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും പറയാതെ പോയാൽ നിങ്ങൾ തന്നെ ഒരുപക്ഷെ എന്തേ ഒന്നും സംസാരിക്കാതിരുന്നത് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും നമ്മുടെ മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കി. ഈ ഖുർആനെ കേവലം മനഃപ്പാഠമാക്കുകയല്ല അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ ആ ഒരു ഖിറാഅത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവരതിന്റെ ആശയങ്ങളിലൂടെയായിരുന്നു. കുറച്ച് ഭാഗങ്ങളെ അവർ ഓതിയിട്ടുള്ളൂ എങ്കിൽ പോലും അവരതിന്റെ ആശയങ്ങളിലൂടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്ന്. അവര് പ്രായത്തിലുമാണ്, ആശയങ്ങൾ കൂടി ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലുമായിരുന്നു അവരുടെ പഠനം. തീർച്ചയായിട്ടും ഖുർആൻ പഠനം എന്ന് പറയുന്നത് അത് നമുക്ക് പൂർത്തീകരിച്ച് കഴിയുന്ന ഒരു സംഗതിയല്ല.
لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. പ്രവാചകരെ, നിങ്ങൾ പറയുക, ഈ സമുദ്രത്തിലെ മഷി, ഈ സമുദ്രത്തിലെ വെള്ളം ഖുർആന്റെ വചനങ്ങൾക്ക് വിശദീകരണം എഴുതാൻ ഉപയോഗിച്ചാൽ, മഷിയായി ഉപയോഗിച്ചാൽ സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോകും. പക്ഷേ ഖുർആന്റെ വചനങ്ങളുടെ വിശദീകരണം അവസാനിക്കുന്നില്ല. അതാണ് ഖുർആന്റെ വചനങ്ങളുടെ വിശദീകരണം എന്ന് പറയുന്നത്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനും പഠിക്കുകയാണ്, നിങ്ങളും പഠിക്കുകയാണ്, നമ്മളെല്ലാവരും പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരിച്ചു പോകുന്നു. അതാണ് ഖുർആന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം കുറിച്ച ഗ്രന്ഥം, അവതരണത്തിന് തുടക്കം കുറിച്ച ഗ്രന്ഥം, സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ, മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ച നാഥൻ. ആ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവതീർണമായ ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വേദഗ്രന്ഥം. വായിക്കുക എന്നുള്ള സന്ദേശം വേദഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ അവതരണത്തിന് തുടക്കം കുറിച്ചത് തന്നെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. കേവല വായനയല്ല, ഖുർആന്റെ നമുക്ക് സാധ്യമാവുന്ന രീതിയിലെല്ലാം തന്നെ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ശ്രമങ്ങളും ഉണ്ടാവണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവര് ഖുർആൻ ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ? ഖുർആന്റെ വചനങ്ങളുടെ പിറകെ അവര് പോകുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവന്ന് വീണിരിക്കുകയാണോ എന്നെല്ലാം ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുർആൻ നമ്മുടെ കഴിവിന്റെ പരമാവധി തദബ്ബുർ ചെയ്യാൻ, ആഴത്തിൽ പഠിക്കാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതെവിടെ ഇരിക്കുന്ന നമ്മുടെ ഹിഫ്ലാക്കിയിട്ടുള്ള നമ്മുടെ സഹോദരിമാരോട് പറയുന്ന, വിദ്യാർത്ഥിനികളോട് പറയുന്ന കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്. കഴിവിന്റെ പരമാവധി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള ബോധ്യം ആ ഖുർആന്റെ പഠനം നമുക്ക് നിരന്തരമായിട്ട് നൽകുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നൽകുന്നു. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ, ലോകരക്ഷിതാവ് ഇറക്കിയ വചനങ്ങളാണ് ഈ വചനങ്ങൾ. വിശ്വസ്തനായ നാഥന്റെ ദൂതൻ, ആ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വചനങ്ങളുമായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇത് നാഥന്റെ വചനമാണെന്നുള്ള ബോധ്യം നമുക്ക് നിരന്തരം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നവനാസ്തികരും മറ്റുമെല്ലാമായി, എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരും എല്ലാമായി എല്ലാവരും ചേർന്ന് ഈ ഖുർആൻ ദൈവികമല്ല, ഇത് മുഹമ്മദ് നബി എവിടെന്നോ തട്ടിക്കൂട്ടിയ സംഗതിയാണ്, മുഹമ്മദ് എന്ന് അവരുടെ ഭാഷയിൽ അവർ പറയും, എവിടെന്നോ തട്ടിക്കൂട്ടിയ സംഗതിയാണ് എന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഖുർആന്റെ അമാനുഷികതയും ഖുർആന്റെ ദൈവികതയും. അത് നിരന്തരമായിട്ട് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. അതാണ് അല്ലാഹു തആല പറയുന്നത്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചക്രവാളങ്ങളിൽ നാം കാണിച്ചു കൊടുക്കും, അവരുടെ ശരീരങ്ങളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കും. ഈ ഖുർആൻ സത്യമാണ് എന്നവർക്ക് ബോധ്യമാവുന്നത് വരെ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യന്റെ ശരീരത്തിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, സൂറത്തുദ് ദാരിയാത്ത് 20-21 വചനങ്ങളിൽ അള്ളാഹു പറയാണ്, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരുടെ ശരീരങ്ങളിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അതിശക്തവും സമ്പൂർണവുമായ ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ടതാണ്.
അങ്ങനെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഖുർആൻ അതാ പറഞ്ഞത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണ്. ഏറ്റവും നല്ല ഘടനയാണ് മനുഷ്യന്റെ ഘടന എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ പഠനം അത് ഖുർആന്റെ പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരഘടനാശാസ്ത്രത്തിലെ പ്രസിദ്ധനായ വിദഗ്ധനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു തായ്ലൻഡിലെ ചിയാഗ്മായ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തെഗറ്റാറ്റ്യസൻ എന്ന് പറയുന്ന ഡോക്ടർ. വൈദ്യശാസ്ത്രജ്ഞനാണ്, ഡോക്ടറാണ്. അദ്ദേഹം കാര്യമായിട്ട് പ്രയത്നിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ വേദനാ സംവേദനകളെ കുറിച്ചാണ്. അതാണ് അദ്ദേഹത്തിന്റെ കാര്യമായിട്ടുള്ള ഒരു പഠന വിഷയം. അതിനെക്കുറിച്ച് ഇങ്ങനെ അദ്ദേഹം മനുഷ്യന്റെ വേദനാ സംവേദനകളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 56-ാം വചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്നത്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. നിശ്ചയം നിഷേധികൾ അവർ നരകാഗ്നിയിൽ കത്തിയെരിയുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തു നിസായിലെ 56-ാമത്തെ വചനമാണ്. നിഷേധികൾ നരകാഗ്നിയിൽ കത്തിയെരിയുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ്, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവരുടെ തൊലി പാകമായി കഴിഞ്ഞാൽ അവർക്ക് പുതിയ തൊലികൾ പകരമായി നൽകും, അവരെ ശിക്ഷ രുചിപ്പിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. നിശ്ചയം അല്ലാഹു തആല പ്രതാപവാനാണ്, യുക്തിജ്ഞനാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തൊലി അത് കരിഞ്ഞ് വെന്തുപോയാൽ പുതിയ തൊലി അല്ലാഹു പകരമായി നൽകും. എന്തിനാണ്? യദൂഖുൽ അദാബ്, ശിക്ഷ രുചിക്കുന്നതിന് വേണ്ടി. മനുഷ്യന്റെ തൊലിക്കാണ് വേദന അറിയാനുള്ള ശേഷിയുള്ളത് എന്നുള്ള ഒരു കാര്യം ഖുർആനിലൂടെ, അത് പറയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ പറഞ്ഞത്, പക്ഷെ ഖുർആനിലൂടെ അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടുകയാണ് പ്രൊഫസർ തെഗറ്റാറ്റ്യസന്. മനുഷ്യന്റെ തൊലിയിൽ വേദനാ സംവേദനകൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം 20-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഖുർആൻ അതിനെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇപ്പറയുന്ന ഡോക്ടർ അദ്ദേഹം റിയാദിലെ ഒരു വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ വെച്ച് ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. കാരണം ഖുർആൻ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ സംഗതിയാണ്. ആധുനികമായിട്ട് മനുഷ്യൻ കണ്ടെത്തുന്ന പല കാര്യങ്ങളും അത് പറയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ ശാസ്ത്രം പറയാനോ അതല്ലെങ്കിൽ ചരിത്രം പറയാനോ വേണ്ടി മാത്രം ഒരു കാര്യവും പറയുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഏകത്വത്തെ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്ന ഈ 3 കേന്ദ്രങ്ങളിൽ ഊന്നി ഖുർആന്റെ പ്രബോധനം നിർവഹിക്കുമ്പോൾ പല കാര്യങ്ങളും അതിലൂടെ കടന്നു വരുന്നു. അക്കാര്യങ്ങൾ പിൽക്കാലത്താണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖിയാമ 3-4 വചനങ്ങൾ പഠിച്ചു നോക്കുക. എന്താണ് അല്ലാഹു പറയുന്നത്? അയഹ്സബുൽ ഇൻസാനു വല്ലം നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നു അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ഇത് പുനരുദ്ധാനത്തെ നിഷേധിച്ച ആളുകൾ അവർക്ക് നൽകുന്ന ഒരു മറുപടിയാണ്. മനുഷ്യൻ മരിച്ച് ദ്രവിച്ചു പോയാൽ അവന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ചവൻ. ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ട് മണ്ണും അസ്ഥികളുമായി ദ്രവിച്ച് ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന ചോദ്യത്തോട് അള്ളാഹു പ്രതികരിക്കുകയാണ്. അള്ളാഹുവിന്റെ കഴിവുകളെ സംബന്ധിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ 600 കോടി മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ, പൂർണ്ണമായും വ്യത്യസ്തങ്ങളായ 600 കോടി വിരൽ തുമ്പുകളാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ തള്ളവിരൽ പ്രമാണത്തിൽ പതിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തുന്നത്. പോലീസ് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വിരലടയാളം ഉപയോഗിക്കുന്ന ധാരാളം കാര്യങ്ങൾക്ക് ആധുനിക യുഗത്തിൽ ഈ വിരലടയാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ അന്ന് പറഞ്ഞു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന.
അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ചതമ്പുരാൻ. മനുഷ്യന്റെ വിരൽ തുമ്പുകളുടെ ഇത്രമാത്രം പൂർണ്ണമായും വ്യത്യസ്തമായി നിൽക്കുന്ന അവസ്ഥ കണ്ടെത്താത്തൊരു കാലത്തും ഖുർആൻ പറഞ്ഞു അത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. നോക്കി നിങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഖുർആൻ പഠിക്കുമ്പോൾ അവിടെയാണ്. ഇന്ന് ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കണ്ടെത്തലുകൾ, അത് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, അതങ്ങനെ പോയി മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ, അവസാനം നമ്മുടെ നാട്ടിൽ നിന്നടക്കമുണ്ടായ ചന്ദ്രയാൻ അടക്കമുള്ള ഗവേഷണങ്ങൾ, ഇവിടൊക്കെ നമ്മൾ ഖുർആൻ, ആ ഖുർആന്റെ വചനങ്ങൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവരൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യുക. ഖുർആന്റെ കൂടെ എന്തും നിങ്ങൾ പഠിച്ചു നോക്കി, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും ആ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തു ദാരിയാത്ത് 47-ാം വചനത്തിൽ അള്ളാഹു പറയാൻ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസ്ഇഊൻ, ആകാശത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വഇന്നാ ലമുസ്ഇഊൻ, നിശ്ചയം നാം അതിനെ വിശാലമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയാൻ, ആ ആകാശത്തെ നിർമ്മിച്ച പടച്ചതമ്പുരാൻ ആകാശത്തെ വിശാലമാക്കുകയും ചെയ്യുന്നു എന്നാണ് പടച്ചവൻ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഭൗതിക വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചം വികസിക്കുന്നു എന്ന കാഴ്ചപ്പാട്. അതാര് പറഞ്ഞതാണ്? 2018-ൽ ലോകത്തോട് വിട പറഞ്ഞ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്. 2018-ലാണ് അയാള് ലോകത്തോട് വിട പറഞ്ഞത്. അയാൾ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഖുർആനിനെ തന്നെ തൊട്ടറിയുമായിരുന്നു. അതിന് മാത്രം വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഖുർആന്റെ ആശയം ശരിവെച്ചു എന്നല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ആധുനികമാണ്. ഈ ആധുനികമായ കണ്ടെത്തൽ ഖുർആൻ നേരത്തെ പറഞ്ഞു, വഇന്നാല മുസ്ഇഊൻ, നിശ്ചയം നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഖുർആന്റെ ഓരോ വചനങ്ങളും നമ്മെ ധാരാളം കൗതുകപ്പെടുത്തുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് നിരന്തരമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സൂറത്തുൽ ഫുർഖാൻ 53-ാം വചനത്തിൽ അള്ളാഹു പറയാൻ, വഹുവല്ലദീ മറജൽ ബഹ്റൈൻ ഹാദാ അസ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ. അള്ളാഹുവാണ് രണ്ട് ജലാശയങ്ങളെ രണ്ടായിട്ട് ഒഴുകാൻ അനുവദിച്ചവൻ. ഇദാ ഹാദാ അസ്ബുൻ ഫുറാത്ത്, ശുദ്ധമായിട്ടുള്ള ജലം, വഹാദാ മിൽഹുൻ ഉജാജ്, സ്വച്ഛമായിട്ടുള്ള ശുദ്ധവെള്ളം ഇതാ ഒരു വശത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് വഹാദാ മിൽഹുൻ ഉജാജ്, അരോചകമായിട്ടുള്ള ഉപ്പുവെള്ളവും. അവസാനം ഈ ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും ഒരിടത്ത് ഒന്നിച്ചു ചേരുന്നുണ്ട്. വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ, പക്ഷേ അല്ലാഹു തആല അവർ രണ്ടിനും ഇടയിൽ ഒരു മറ നിശ്ചയിച്ചിരിക്കുന്നു. വഹിജ്റൻ മഹ്ജൂറ, ശക്തമായിട്ടുള്ള ഒരു തടസ്സത്തെയും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ ഒഴുക്കുള്ള നദികൾ സമുദ്രത്തിൽ പതിക്കുന്നിടത്ത് തിരമാലകളെയും വേലിയേറ്റത്തെയും അതിജീവിച്ചുകൊണ്ട് നദീജലം സമുദ്രജലത്തിൽ കലരാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കലരുന്നില്ല. അതിനിടയിൽ ഒരു മറ, എവിടെന്നോ ഒരു അദൃശ്യമായ മറ അവിടെ വന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഒരു കാലത്ത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ലോകത്ത് പക്ഷെ പലയിടങ്ങളിലും അതുണ്ട്. ഇന്ന് അതുണ്ട് എന്ന് നമുക്കും അറിയാം. ഒരുപക്ഷെ എന്റെ ശ്രോതാക്കൾ, വിദ്യാർത്ഥിനികളെല്ലാം അത്തരം ഇടങ്ങളിൽ പോയി അത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടുമുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു ഭൗതിക പ്രതിഭാസത്തെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ ഡാനിയൽ ബെർണോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഹൈഡ്രോളികം അഥവാ ജലതന്ത്രം എന്ന് പറയുന്ന വിജ്ഞാന ശാഖയ്ക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഖുർആൻ പഠിക്കുമ്പോൾ ആ ഖുർആന്റെ കൂടെ നമ്മൾ എന്ത് പഠിച്ചാലും അത് അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ കഴിയുന്ന വിജ്ഞാനമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് നിരന്തരമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും, അതിനെന്താ ഖുർആൻ ഇത്ര വലിയ ശാസ്ത്രകാര്യങ്ങൾ പറയാൻ? ഒരിക്കലുമല്ല. ഖുർആൻ ശാസ്ത്രകാര്യങ്ങൾ പറയാനോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ. ഖുർആനിൽ ഒരു വചനം പോലും അങ്ങനെയല്ല. ഖുർആൻ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്ന 3 അടിസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആന്റെ ചർച്ച. പക്ഷെ പല കാര്യങ്ങളും പിൽക്കാലത്ത്
മനുഷ്യൻ കണ്ടെത്തിയ പല കാര്യങ്ങളും അത് ഒരുപക്ഷെ അന്നത്തെ കാട്ടറബിക്ക് നമുക്ക് ചിന്തിക്കാം, ശരിയാണ്, അയാൾക്ക് ശാസ്ത്രവും ഇതുപോലുള്ള വിജ്ഞാനങ്ങളും ഒന്നും അറിയാത്ത ആ മനുഷ്യനല്ലേ ഈ ഖുർആന്റെ പ്രഥമ സംബോധിതൻ എന്ന് പറയുന്നത്? ആ അറബികളല്ലേ ഈ ഖുർആന്റെ പ്രഥമ സംബോധിതൻ എന്ന് പറയും? തീർച്ചയായിട്ടുമാണ്. പക്ഷെ അവരെയും ബോധ്യപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിലെ ആദ്യത്തെ വചനങ്ങൾ അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഗുലിബത്തിർ റൂമു ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദക്കാരായ റോമക്കാരുടെ പരാജയം വിശ്വാസികളിൽ വലിയ നിരാശയുണ്ടാക്കിയ കാലം. റോമിന്റെ വിജയത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ റോം പരാജയപ്പെട്ടിരിക്കുന്നു, ശരിയാണ്, ഫീ അദ്നൽ അർള്, അടുത്ത ഏതോ പ്രദേശത്ത് വെച്ച് പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഈ പരാജയത്തെ റോം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതാണ്. ഫീ ബിളഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുന്നതാണ്. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്, അല്ലാഹുവിനാണ് അധികാരം, നേരത്തെയും അധികാരം അല്ലാഹുവിനാണ്, ഇനിയും അധികാരം അല്ലാഹുവിനാണ്. വയൗമ ഇദ യഫ്റഹുൽ മുഅ്മിനൂൻ, അങ്ങനെ റോം വിജയിക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ മൊത്തത്തിൽ റോം വിജയിക്കും എന്നല്ല പറഞ്ഞത്. പേർഷ്യ ഒരു വശത്ത് വിജയിക്കുകയും റോം പരാജയപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ റോം വിജയിക്കുമെന്ന്. ബിളഇ എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ബിളഇ എന്ന അറബി ഭാഷയിൽ ആ പദം 3 മുതൽ 9 വരെയുള്ള സംഖ്യകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇക്കാലയളവിനുള്ളിൽ ഈ റോമിന്റെ വിജയം യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ ഖുർആന്റെ അമാനുഷികതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക. AD 615 ഖുർആനിലെ ഈ വചനം ഇറങ്ങിയതെങ്കിൽ AD 622 റോമിന്റെ വിജയം സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ചുരുക്കി പറയാണ്, ധാരാളം കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്കൊക്കെ പറയാനുണ്ട്, പക്ഷെ അത് അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും AD 615 ഖുർആൻ പ്രവചിച്ച കാര്യം AD 622 പുലർന്നു എന്നുള്ളതാണ്. ബിളഇ സിനീൻ എന്ന് പറഞ്ഞാൽ അറബികൾക്കറിയാം 3 മുതൽ 9 വരെയുള്ള കൊല്ലങ്ങൾക്കുള്ളിൽ അത് പുലരേണ്ടതുണ്ട്. അത് പുലർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഖുർആന്റെ അമാനുഷികതയും ഖുർആന്റെ ദൈവികതയും അവിടെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഖുർആന്റെ ദൈവികതയെ, ഖുർആന്റെ അമാനുഷികതയെ നിരന്തരമായിട്ട് പഠിക്കുവാൻ തീർച്ചയായിട്ടും ഖുർആന്റെ പഠിതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ വിഷയെടുക്കും സാധ്യമാവേണ്ടതുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, ഈ ഫിറഔന്റെ ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ നടത്തിയ പ്രവചനം എത്രമാത്രം ശരിയാണ്. ഖുർആന്റെ പ്രവചനം സൂറത്ത് യൂനുസ് 92-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ശരീരത്തെ, ലോകത്തെ ചരിത്രം കണ്ട ഏറ്റവും വലിയ മർദ്ദകനായിരുന്ന ഫിറഔൻ, ഈജിപ്തിലെ ആ കിരാതനായ ഭരണാധികാരി, അയാൾ കൊല്ലപ്പെട്ട മൃതദേഹം കണ്ടെത്താത്ത ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ പറഞ്ഞത് ഫൽയൗമ നുനജ്ജീക ബിബദനിക, ഒരു ദിവസം നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അല്ലാഹു പറയാണ് ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് പിറകെ വരുന്ന ഏകാധിപതികൾക്ക് അതൊരു പാഠമായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രത്തിൽ ആ ജഡം ഉണ്ട് എന്നുള്ളതാണ്. 1889 പ്രൊഫസർ ലോറൻ എന്ന് പറയുന്ന ഗവേഷകനായിരുന്നു റംസിസ് രണ്ടാമന്റെ അഥവാ ഫിറഔന്റെ മൃതദേഹത്തെ കണ്ടെത്തിയത്, സ്ഥിരീകരിച്ചു ഇത് ഫിറഔന്റെ മൃതദേഹമാണെന്ന്. ഇതാണ് ഖുർആൻ. ആ അർത്ഥത്തിൽ തന്നെ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോ കൃത്യമായും ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. ആ അർത്ഥത്തിൽ പഠിക്കാനാണ് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം ഉണ്ടാവേണ്ടത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഇതോടുകൂടി പഠനം നിൽക്കേണ്ടതല്ല. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല ഞാൻ പറയുന്നത്, ചിലയിടങ്ങളിൽ അതൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ഒരിക്കലും എവിടെ ഇരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ ആ ഒരു കേവലം ഒരു ഭൗതികമായ ട്രെൻഡിന്റെ കൂടെ പഠിച്ചതല്ല, മറിച്ച് അവർ ഇതിന്റെ കൂടെ തുടരാൻ, ഖുർആൻ പഠിക്കുക, ഖുർആനിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക, ഖുർആന്റെ ദൈവികത, അതിന്റെ ഇഅ്ജാസ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ദൈവികത സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ആ ഖുർആന്റെ അമാനുഷികത സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ആ ഖുർആന്റെ പ്രബോധകരായിട്ട് മാറുക. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ചിട്ടുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ഈ ഹിഫ്ളിനും അതുപോലെ തന്നെ ഖുർആൻ കോളേജിനും നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ.
ഇവിടെ സൂചിപ്പിച്ചില്ലേ? ബഷീർ സാഹിബിന്റെയൊക്കെ പ്രസംഗത്തിൽ അത് വളരെ കൃത്യമായിട്ട് വന്നു. നമ്മുടെ ഹംസ സാഹിബ് അടക്കമുള്ള എല്ലാവരുടെയും പ്രസംഗത്തിൽ വന്നു. പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് രക്ഷിതാക്കളെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരാദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിക്കും. പടച്ചവനെ, എന്തിനാണ് നീ ഞങ്ങൾ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നിലപാട് വേണം. നമ്മുടെ നിലപാട് ഒരിക്കലും തന്നെ നിഷ്ക്രിയമാവാൻ പാടില്ല. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ചില പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിന് കൃത്യമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും വേണം. ഈ ഖുർആൻ സ്ഥാപനത്തെ, ഈ ഖുർആൻ കോളേജിനെ മെച്ചപ്പെടുത്തുന്നതിൽ, അതിനെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ പങ്കാളിത്തം വേണം. കാരണം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നുകിൽ നീ ഖുർആൻ പഠിച്ചവനാവുക, നീ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാവുക, ഖുർആൻ പണ്ഡിതനാവുക, അതല്ലെങ്കിൽ ഖുർആൻ വിദ്യാർത്ഥിയാവുക. ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ ഖുർആന്റെ ശ്രോതാവാവുക. നമ്മളെല്ലാവരും മനോഹരമായ ഖുർആൻ പാരായണം കേട്ടിരിക്കുകയായിരുന്നു. ഒന്നുകിൽ നീ ഖുർആന്റെ പണ്ഡിതനാവുക, വിദ്യാർത്ഥിയാവുക, അതല്ലെങ്കിൽ മുസ്തമിയാവുക. ഔ മുഹിബ്ബൻ, അതല്ലെങ്കിൽ ഖുർആന്റെ സ്നേഹിതനാവുക. വലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ ഒരാളായി നീ മാറാൻ പാടില്ല. ഇതിനോടൊന്നും എനിക്കൊരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള ജീവിതം നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഖുർആൻ പഠിക്കുക, ആ ഖുർആൻ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ. വാക്കിംഗ് ഖുർആൻ, നടക്കുന്ന ഖുർആൻ. കാന ഖുലുഖുഹു ഖുർആന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ പ്രവാചകനെ സംബന്ധിച്ച് പറയാണ്, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനു യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെ ഖുർആന്റെ ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഖുർആന്റെ ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീന മിനൻ നാസ്, നിശ്ചയം അല്ലാഹു തആലക്ക് ജനങ്ങളിൽ ചില പ്രത്യേകം ആളുകളുണ്ട്. ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുക്ക് പ്രത്യേകം അഹ്ലുകാർ ജനങ്ങളിൽ ഉണ്ട്. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, പ്രവാചകരെ, ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ? മൻഹും യാ റസൂലുള്ളാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണവർ? ഖാല ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസതുഹു. അവര് ഖുർആന്റെ ആളുകളാണ്, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ബഷീർ സാഹിബൊക്കെ ഖുർആൻ ഓൺലൈൻ ഖുർആൻ പഠന ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന, നിങ്ങളൊക്കെ അതിൽ സജീവമായിട്ട് പങ്കാളിത്തം വഹിച്ചിരുന്നതുമാണ്. കാരണം നമ്മളെല്ലാം ഖുർആന്റെ ആളുകളാവാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഖുർആന്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ അഹ്ലുൽ ഖുർആൻ ആണെന്ന് പറയാറുണ്ട്. അവരല്ല അഹ്ലുൽ ഖുർആൻ. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. പ്രവാചകരെ, നിങ്ങൾക്ക് ഈ ഖുർആൻ നാം ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. പ്രവാചകന്റെ വിശദീകരണമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആന്റെ ആളുകൾ ഖുർആന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. പക്ഷേ അവർ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. നമ്മുടെ മക്കളും നമ്മളെല്ലാവരും ഖുർആന്റെ ആളുകളായിട്ട് മാറണം. ഖുർആൻ പഠിക്കുകയും ഖുർആൻ ജീവിതത്തിൽ പകർത്തുകയും ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ സാമൂഹിക ജീവിതവും എല്ലാ മേഖലയിലും ഖുർആനികമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഖുർആന്റെ മൗലിക ചിന്തകൾ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മൗലിക ചിന്തകളിൽ നാം ജീവിക്കുക മാത്രമല്ല, ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് എവിടെയെങ്കിലും മാർഗഭ്രംശങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ ഈ സമുദായത്തെ, ഈ ഉമ്മത്തിനെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്ന ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലേക്ക് ക്ഷണിക്കുവാനും അങ്ങനെയുള്ള പ്രബോധകരുമായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല ഖുർആൻ പഠനത്തിലൂടെ നമുക്കും നമ്മുടെ മക്കൾക്കും തഖ്വയും ഈമാനും സബറും ഇസ്തിഖാമത്തും സിബാത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ
അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. നാളെ താജുൽ കറാമയും ഹുല്ലത്തുൽ കറാമയും ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിക്കപ്പെടുന്ന മാതാപിതാക്കളിൽ അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളുടെ പഠനത്തെയും അതനുസരിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതത്തെയും നന്നാക്കി തീർക്കുമാറാവട്ടെ. അവർക്ക് ദീനീ വിദ്യാഭ്യാസം പോലെ തന്നെ, അവർക്ക് ഖുർആനിക വിദ്യാഭ്യാസം പോലെ തന്നെ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉയർന്ന തൊഴിലുമെല്ലാം നേടിയെടുക്കുവാൻ നമ്മുടെ മക്കൾക്ക് നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ അല്ലാഹു സമാധാനം എന്നെന്നും നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ ഒരുപാട് നിന്റെ ഗ്രന്ഥം പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടെ ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട്. പടച്ചതമ്പുരാനെ, അവരെ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഒരുപാട് ജുഹദ് ആ മാർഗത്തിൽ പടച്ചവനെ നിന്റെ ഗ്രന്ഥം പഠിക്കുന്നതിന് വേണ്ടി നാദാ അവർ നിർവഹിച്ചിട്ടുള്ള ഒരു ജുഹദിനെയും നീ പാഴാക്കി കളയല്ലോ റബ്ബേ. അല്ലാഹുവേ, ദീനിന്റെ പ്രബോധകന്മാരാക്കി, അല്ലാഹുവേ ദീനിലെ പണ്ഡിതകളാക്കി പടച്ചതമ്പുരാനെ, അല്ലാഹുവേ ഈ വിദ്യാർത്ഥിനികളെ ഓരോരുത്തരെയും നീ മാറ്റേണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിക ഉമ്മത്തിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും നായകത്വം വഹിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന പണ്ഡിതകളാക്കി അല്ലാഹുവേ ഈ വിദ്യാർത്ഥിനികളെ നീ മാറ്റേണമേ റബ്ബ്. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമുദായിക ജീവിതത്തിലും കൃത്യമായ ദിശാബോധം നൽകാൻ അല്ലാഹുവേ ഈ വിദ്യാർത്ഥിനികൾക്ക് നീ പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് ഖുർആൻ കൂടുതലായി പഠിക്കാനുള്ള മനസ്സ് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസായിരി ജമീഉ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത്. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.